ഗൈസ് നമ്മൾ ഫൂട്ടിവേഴ്സിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ആയിട്ട് നമ്മളെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. 11K ജമ്മാണ് ഈ കയ്യിലുള്ളത്. നമുക്ക് നോക്കാം. ഷെലീനി, ജർസീനോ, ക്രൈഫ്, ഡേവിസ്, ഫേർഡിനൻറ്റ് 2 കാർഡൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്കാരെയും കിട്ടാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. 3K ജമ്മാണല്ലോ ഗൈസ് മെയിൻ. നമുക്ക് 3K ജമ്മിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. വോക്കൗട്ട് കണ്ടിട്ടില്ല, വോക്കൗട്ട് നോക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻ അക്കൗണ്ടിലാണ് തുറക്കുന്നത്. ഗൈസ് വോക്കൗട്ട് ഉണ്ട്, എന്തായാലും ലോഡാവുന്നുണ്ട്. കൊള്ളാലോ ഗൈസ്. ഈ സൗദി അറേബ്യ റൈറ്റ് വിങ് കുഴപ്പമില്ല ഗൈസ്. 109 പ്ലെയറാണ്, വിഷയമില്ല. സോ നമുക്കിനിയിപ്പം നമ്മളെ എന്താ പറയുക, ലിബർട്രോസ് ഓപ്പൺ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് അൺലിമിറ്റഡ് ബണ്ടിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ കേസ് 2-3 അതിൽ ലക്കുണ്ടോ നോക്കാം. പുതിയ പിക്കൊക്കെ വന്നിട്ടുണ്ട്, എന്തായാലും നമുക്ക് അതൊക്കെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആരെ കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ വീക്കിൽ, ഈ ഫൂട്ടിവേഴ്സ് ഇവൻറ്റിൽ. ഓക്കെ, വോക്കൗട്ടുണ്ട് എന്തായാലും. ഗ്രീലിഷിൻ്റെ ലെഫ്റ്റ് ബാക്ക് കാർഡൊക്കെ ഈസ്. ഞാൻ കാര്യം മറന്നു കേസ്. ഇത് ഷേപ്പ് ഷിഫ്റ്റർ കാർഡ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എന്തായാലും അടുത്ത ബാക്ക് ഓപ്പൺ ചെയ്യാം. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേസ്, ഗ്രീലിഷിൻ്റെ ലെഫ്റ്റ് ബാക്ക് കിട്ടുമെന്ന്. അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മളെ ലീഗ് റിവാർഡും കൂടി ക്ലെയിം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് അക്കൗണ്ടിലോട്ട് മൂവ് ചെയ്യാം കേസ്. കാരണം സെക്കൻഡ് അക്കൗണ്ടിൽ അത്യാവശ്യം ജമ്മ ഉണ്ടാവും. അതെന്തായാലും വോക്കൗട്ടില്ല. ഓക്കെ, മിഞ്ച് തന്നെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. നമ്മളെ എന്താ പറയുക, ഇതിനകത്ത് ക്ലെയിം ചെയ്തപ്പോൾ കിട്ടിയതാണ്. ലീഗ് റിവാർഡ് എന്തായാലും ക്ലെയിം ചെയ്യാം ഗൈസ്. ഓക്കെ, എന്തായാലും വോക്കൗട്ട് ഉണ്ടാവില്ല. ഗൈസ് നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം. 19K ജമ്മാണുള്ളത് ഗൈസ്. എല്ലാം തീർപ്പൊന്നും ഉറപ്പൊന്നുമില്ല. സ്റ്റിൽ നമ്മൾ മാക്സിമം പാക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് അക്കൗണ്ടിലാണ് ഗൈസ് നമ്മൾ എല്ലാ പരീക്ഷണങ്ങളും നടത്തുക. എന്നാലും 3K ജം ഓപ്പൺ ചെയ്ത് നോക്കാം. വോക്കൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. പറ്റിക്കലാണോ എങ്ങനെയാണൊക്കെ. യെസ്, 109 കാർഡാണ്. ഓക്കെ, എന്തായാലും W അല്ല L അല്ല. നമുക്കിനിയും കുറേ പാക്ക് ഉണ്ട്. എന്നാലും ലിബർട്രോസിൻ്റെ പാക്ക് നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാം ഗൈസ്. നോക്കാം നമുക്ക് ലക്കുണ്ടോയെന്ന്. നിങ്ങൾക്ക് ഈ ലിബർട്രോസ് ഓപ്പൺ ചെയ്തിട്ട് ആരെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഇപ്പോഴത്തെ OVR ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമുക്കാരെയും കിട്ടിയില്ല, 107 പ്ലെയറാണ്. ഓക്കെ, ഇനിയിപ്പോൾ കുറേ പരീക്ഷണങ്ങൾ എന്ത് ചെയ്യുന്ന ഉറപ്പൊന്നുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും 2K പോട്ടെ ഗൈസ്. നമുക്ക് അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ആരെയും കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, വോക്കൗട്ട് ഉണ്ടോ? ഇല്ല, ഈ വോക്കൗട്ട് ഇല്ല. 106 പ്ലെയറാണ്. ക്യൂആറിനോട് ഓപ്പൺ ചെയ്യാം. വോക്കൗട്ട് ഉണ്ടോ നോക്കാം ഗൈസ്. ഓക്കെ, അത് ഗൈസ് വോക്കൗട്ട് ഇല്ല, അതേ പ്ലെയർ തന്നെയാണ്. സോ ഇനി 8K ജമ്മാണ് ഗൈസ് ബാക്കിയുള്ളത്. നമുക്ക് ഇപ്പോൾ ടോപ്പ് ഇവൻറ്റ്സ് നോക്കുവാണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള പാക്കൊന്നുമില്ല. ഒരു വെറൈറ്റി സാധനം അങ്ങനെ ഓപ്പൺ ചെയ്യാനൊന്നുമില്ല ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മൾ ഫീച്ചേർഡ് തന്നെ പോയിട്ട് ഈ 7.5Kയുടെ പാക്ക് ഓപ്പൺ ചെയ്താലോ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കിട്ടില്ല, ഒരു 113ൻ്റെ വല്ല ക്രൈഫിനെയോ ഡേവിസിനെയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് W അല്ലേ ഗൈസ്. നമുക്കെന്തായാലും നോക്കാം. കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. വോക്കൗട്ട് ഉണ്ട്, എന്തായാലും വോക്കൗട്ട് കാണാമല്ലോ. ഈ ജമ്മൂടെ വെറുതെ ഇരിക്കുമല്ലേ. നോക്കട്ടെ ഗൈസ്.
നമുക്കിനി പിക്കുകളോട് കിടക്കാം. പുതിയ ബാലൻഡിയോർ പിക്കൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് എന്തായാലും നമ്മളുടെ ഷാർട്ട് പിക്ക് വെച്ചിട്ടുള്ള കളിയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പ്രോബിലിറ്റി നോക്കാം ഗൈസ്. ആദ്യം ചാടി കയറി ചെയ്യണ്ട. ഓക്കെ, ഡെമ്പലുണ്ട്, സിഡാനുണ്ട്, ഇഷ്ടം പോലെ കാർഡ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, 104 പ്ലെയർ കിട്ടാനാണ് പ്രോബിലിറ്റി കൂടുതൽ. ഓക്കെ, ഷാർട്സാണ്. നമുക്ക് ഷാർട്സ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പ്ലെയർ കിട്ടിയാൽ ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, 30 ചാടി ഗൈസ്. അത് വർത്താണ്, കുഴപ്പമില്ല. നമ്മളെ പറ്റിച്ചാലോ എന്തായാലും. നമുക്കിനിയിപ്പം നമ്മളുടെ എന്താ പറയുക, പുതിയ ബാഡ്ജ് പിക്കുണ്ട് ഗൈസ്. ഇത് ഡബിൾ ആണെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റത്തെ തന്നെ ഗൈസ് 107 മാക്സിമം. കുഴപ്പമില്ല, നമുക്ക് അടുത്തേ പിടിക്കാം. 4 എണ്ണം കൂടി ബാക്കിയുണ്ട്. ഇത് ഇതിനകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അക്കൗണ്ടിലൊക്കെ ഇത് ഓപ്പൺ ചെയ്യാം. 108 പ്ലെയറാണ്. കുഴപ്പമില്ല ഗൈസ്. 104 തന്നില്ലല്ലോ ഇവർ ഹൈയസ്റ്റ്. ഓക്കെ, 106 മെല്ലനെ ലക്ക് പറഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ 109 മാക്സിമം പോയാലേ ഉള്ളൂ. ഓക്കെ ഓ ഗൈസ്, 110 കെർക്കസിൻ്റെ കാർഡ് ചോദിക്കാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. 110 കാർഡൊക്കെ വെർത്താണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുക. കിട്ടില്ല പിക്കാണ് കാര്യം. നമുക്ക് ബാക്കിയുള്ള അക്കൗണ്ടിലൊക്കെ എന്തായാലും ഓപ്പൺ ചെയ്യാം ഗൈസ്. ഗൈസ് 109 പ്ലെയർ, ഇത് വെർത്താണ് ഗൈസ്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, വെർത്ത് സാധനം തന്നെയാണ്. നമുക്കതിൽ ഫ്രീ പിക്കും കൂടി ചെയ്തിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് നേരെ നമ്മൾ തേർഡ് അക്കൗണ്ടിലോട്ട് പോവാം. നമുക്ക് ക്ലെയിം ചെയ്യണം ഗൈസ്. ക്ലെയിം ചെയ്ത് നമുക്ക് വോക്കൗട്ട് കൂടി കണ്ടിട്ട് പോവാം കെർക്കസിൻ്റെ. കാരണം കാര്യമായിട്ട് വേറെ ഒന്നും കിട്ടിയില്ല ഇന്ന് ഈ പാക്ക് ഓപ്പൺ ചെയ്യുന്നത്. സെക്കൻഡ് അക്കൗണ്ടിൽ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല ഗൈസ്. എനിക്ക് പിക്കിലെ ലക്കും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. ഓക്കെ, മിലോസ് കെർക്കസിന് കിട്ടിയിട്ടുണ്ട് ഗൈസ് 110 റേറ്റഡ്. ഇനി നമുക്ക് തേർഡ് അക്കൗണ്ടിലേക്ക് പോവാം. സോ ഇത് നമ്മൾ തേർഡ് അക്കൗണ്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് തേർഡ് അക്കൗണ്ടിൽ ജെമ്മ് ഏകദേശം 11K ആണ്. നമ്മൾ മെയിൻ അക്കൗണ്ടിലുള്ള പോലെ തന്നെയാണ്. ആൻഡ് 3K ജെമ്മ് ഓപ്പൺ ചെയ്തുകൊണ്ട് തുടങ്ങാം ഗൈസ്. വേറെ കാര്യമായിട്ട് പറയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ മാർക്കറ്റ് പിക്ക് കൂടി ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആൻഡ് ഗൈസ് വോക്കൗട്ടില്ല. ആദ്യമായിട്ടാണ് വോക്കൗട്ട് ഇട്ടാൽ നമുക്ക് 3K ജെമ്മിൻ്റെ ബാക്കിൽ നിന്ന് ബാക്കിയുള്ള 2 അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ 7.5K നമുക്ക് പോകണ്ട. നമുക്ക് 2.5K തന്നെ പോകാം. അതായിരിക്കും ഗൈസ് ക്വസ്റ്റ്യൻ ചെയ്യാനല്ലേ. കാരണം നമ്മൾ 40 വേഴ്സിൻ്റെ ബാക്ക് ഓപ്പണിങ്ങാണ്. ഇനി ലിബർട്രോസിൻ്റെ ഒന്നും ഓപ്പൺ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ലിബർട്രോസ് എന്ന് എനിക്കങ്ങനെ തോന്നുന്നു വലിയ യൂട്യൂബേഴ്സിനല്ലാണ്ട് വേറെ ആർക്കെങ്കിലും എല്ലാം കാർഡ് കിട്ടി അറിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ അൺലിമിറ്റഡ് ബട്ടിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വോക്കൗട്ട് ഉണ്ട് എന്തായാലും. ഇറ്റലി ആരുള്ള ഇപ്പോൾ സെൻറ്റർ ബാക്ക് മിലാന് ഇത് ആരാ അറിയില്ല. ഓക്കെ, ഗ്യാബിയൻ്റെ കാർഡാണ് 109 റേറ്റഡ്. 109 ഇപ്പോൾ കറൻലി കോമൺ ആണ്. ഇപ്പോൾ 109 അങ്ങനെ വലിയ വിലയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല ചേച്ചി. ഇവർ വോക്കൗട്ട് തന്നതന്നെ വലിയ കാര്യം. കുറേ ഒന്നും ഇവരോട് ചോദിക്കാൻ പാടില്ല. നമുക്ക് എന്നാലും ലാസ്റ്റ് ഒരു 3K ജെമ്മ് ബാക്കിയുണ്ട്. അതും കൂടി നമുക്കങ്ങ് ഓപ്പൺ ചെയ്തിട്ട് പാക്ക് ഓപ്പണിങ് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് പിക്ക് ഉണ്ടാവും ഗൈസ്. മാർക്കറ്റ് പിക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ ഗൈസ്, നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ ഫുള്ള് കണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നോക്കാം നമുക്ക് എത്ര പേരുണ്ടെന്ന്. ഓ ഗൈസ്, വോക്കൗട്ട് ഉണ്ടോ? ഇല്ല ഗൈസ്, വോക്കൗട്ട് ഇല്ല. എന്തായാലും കിമ്മിഞ്ചേനെ ഗൈസ് എത്ര കിട്ടുന്നത്. സോ നമുക്ക് ബാഡ്ജ് പിക്ക് ചെയ്യാം ഗൈസ്. കാരണം ബാഡ്ജ് പിക്ക് വെർത്താണ്. നല്ല ഡബ്ല്യു പ്ലേയേഴ്സിന് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ 111 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 109 എക്സ്ചേഞ്ച് കൊടുക്കാൻ പറ്റും. അത് വേറെ കാര്യം. 109 പ്ലെയർ ഗൈസ്, 109 പ്ലെയർ അല്ല വേണ്ടത്. നമുക്ക് 111 പ്ലെയറാണ് വേണ്ടത്. കാരണം ഇതിനകത്ത് പാക്ക് ഓപ്പണിങ്ങിനൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. സോ ഇതിനകത്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 108 ഗൈസ് മാക്സിമം. ഓക്കെ, ഡബിൾ തന്നെയാണ്. കാരണം 108 വെർത്താണ്. ഈ അക്കൗണ്ടിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, 108 ഗൈസ് മാക്സിമം. നമുക്ക് 110 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അക്കൗണ്ടിൽ.
നമ്മൾ മെയിൻ അക്കൗണ്ടിൽ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്തായിരിക്കും. ഓൾറെഡി വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ടാവും. ഓക്കെ, 107 പ്ലെയറാണ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റോഡ് ടു 1000 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, 108 പ്ലെയറാണ്. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. പാക്ക് ഓപ്പണിങ് എന്തായാലും തീർത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേസിനെ ക്ലെയിം ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒഡേഗാർഡാണ് ഗൈസ്.